5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 8ാമത്തെ യൂണിറ്റായ കീപ്പിംഗ് ഡിസീസസ് അറ്റ് ബേ, അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ പാഠത്തിലെ രോഗപ്രതിരോധ ശേഷി, ശുചിത്വശീലങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാം. 5ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. കൊതുക്, ഈച്ച, എലി തുടങ്ങിയ ജീവികളെല്ലാം രോഗങ്ങൾ പരത്തുന്നുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമുക്ക് കൊതുകിനെ കൊണ്ടുള്ള ശല്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. കൊതുകിനെ തടഞ്ഞാൽ, കൊതുകിനെ നശിപ്പിച്ചാൽ ഏതെല്ലാം രോഗങ്ങൾ പകരുന്നത് തടയാം? കൊതുകുകൾ എവിടെയെല്ലാമാണ് മുട്ടയിട്ട് പെരുകുന്നത്? കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുകാൻ അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ട്? നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും കൊതുകുകൾക്ക് വളരാൻ സഹായകമായ സാഹചര്യങ്ങൾ നാം തന്നെ സൃഷ്ടിക്കുന്നില്ലേ? What are the diseases that can be prevented by destroying mosquitoes? Where do the mosquitoes lay their eggs and multiply? What are the favorable situations in your place for mosquitoes to lay eggs and multiply? Examine the picture and write down the situations favorable for the multiplication of mosquitoes. കൊതുകിന് വളരാൻ പറ്റിയ അനുകൂല സാഹചര്യങ്ങളാണ് കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെല്ലാം കൊതുക് മുട്ടയിട്ട് പെരുകും. ചിരട്ടകളിൽ, ചെടിച്ചട്ടികളിൽ, കേടുവന്ന പാത്രങ്ങളിൽ, അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന എല്ലായിടത്തും കൊതുകുകൾ മുട്ടയിടും. ഈ കൊതുകുകളെ തുരത്താൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും വെട്ടി വൃത്തിയാക്കൽ, ഓടകൾ ശുചിയാക്കൽ എന്നിവയും കൊതുകുകളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ്. ഇവയ്ക്കു പുറമെ കൊതുകുകടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില തന്ത്രങ്ങൾ കൂടി നാം വീടുകളിൽ പ്രയോഗിക്കാറുണ്ടല്ലോ. എന്തെല്ലാമാണവ? കൊതുകുവല, പുകയിടൽ, മോസ്കിറ്റോ ബാറ്റ്, കൊതുകുതിരികൾ, ക്രീമുകൾ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പ്രൂണിംഗ് വീഡ്സ് ആൻഡ് ഗ്രാസ് ഇൻ ഹൗസ് പ്രെമൈസസ് ആൻഡ് ക്ലീനിങ് ദ ഡ്രൈനേജ് ആർ ഓൾസോ മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് ദ ബ്രീഡിംഗ് ഓഫ് മോസ്കിറ്റോസ്. Apart from these, we also employ certain techniques in our house to escape mosquito bite. What are they? Mosquito net, fogging, mosquito bat, mosquito repellents. കൂട്ടുകാർ ഡ്രൈ ഡേ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ഡ്രൈ ഡേ ആചരണം? കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് 8 ദിവസം കൊണ്ടാണ്. കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ള ചിരട്ട, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, മുട്ടത്തോട് തുടങ്ങിയവയിലെയും ചെടിച്ചട്ടിക്കടിയിലെ പാത്രം, ടെറസ് തുടങ്ങിയ സ്ഥലങ്ങളിലെയും കെട്ടിനിൽക്കുന്ന ജലം ആഴ്ചയിലൊരിക്കൽ ഒഴിവാക്കുന്നതാണ് ഡ്രൈ ഡേ ആചരണം. ഡ്രൈ ഡേ ഒബ്സർവൻസ്. The eggs of mosquitoes take 8 days to hatch. Haven't you studied that dry day is observed once a week to prevent the breeding of mosquitoes? This is done by draining away stagnant water from coconut shells, toys, plastic pots, egg shells, pot holders and the terrace. മറ്റെന്തെല്ലാം മുൻകരുതലുകളാണ് രോഗം പകരാതിരിക്കാനായി നമ്മൾ ചെയ്യേണ്ടത്? കൊതുകു മുഖേന പകരുന്ന രോഗങ്ങൾക്കെതിരെ എടുക്കാവുന്ന മുൻകരുതലുകൾ നാം വിശദമായി ചർച്ച ചെയ്തല്ലോ. മറ്റു രീതികളിൽ പകരുന്ന രോഗങ്ങൾക്കെതിരെ നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാനാവും? ചിത്രസൂചനകൾ ഉപയോഗപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കൂ. Preventing transmission of diseases. We have discussed in detail the measures to prevent the transmission of diseases by mosquitoes. There are several other ways by which diseases are transmitted. How can we prevent them? Complete the table using hints from the picture. കൂട്ടുകാർ ചിത്രങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചോ? ഇനി നമുക്ക് രോഗം പകരുന്ന രീതികളും
അതിനായി എടുക്കാവുന്ന മുൻകരുതലുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. കൊതുകു മുഖേന രോഗം പകരുന്ന രീതികൾ: മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക, കൊതുകുവലകൾ, മോസ്കിറ്റോ ബാറ്റുകൾ എന്നിവ ഉപയോഗിക്കുക, ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. ഈച്ച മുഖേന വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക, ഭക്ഷണം അടച്ചു സൂക്ഷിക്കുക, പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കരുത്. ജലം, ആഹാരം എന്നിവയിലൂടെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, പഴകിയ ആഹാരവസ്തുക്കൾ കഴിക്കാതിരിക്കുക, ഭക്ഷണം അടച്ചു സൂക്ഷിക്കുക, നഖങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. സമ്പർക്കം വഴി രോഗബാധിതരുമായി മറ്റുള്ളവർ അധികം സഹവസിക്കാതിരിക്കുക. കൈകൾ സോപ്പ്, സാനിറ്റൈസർ എന്നിവ കൊണ്ട് വൃത്തിയാക്കുക. വായുവിലൂടെ മാസ്ക് ധരിക്കുക, ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായയും ടവൽ കൊണ്ട് മൂടുക. മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് ത്രൂ മോസ്കിറ്റോ. Precautions to be taken: avoid stagnation of dirty water, use mosquito nets and mosquito bats, dry day observance. Through housefly: keep the house and premises clean, keep food covered, do not dispose waste in open places. Through food and water: drink only boiled and cooled water, avoid intake of stale food, keep food in closed vessels, keep nails clean. Through contact: stay away from infected persons, use soap or sanitizer to clean hands. Through air: use face masks, keep the mouth and nose covered while sneezing. അപ്പോൾ രോഗങ്ങൾ വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതാണ്, അല്ലേ? പ്രതിരോധമാണ് പ്രതിവിധിയേക്കാൾ അഭികാമ്യം. It is always better to adopt measures to prevent diseases than to go for treatment after getting infected. Prevention is better than cure. അപ്പോൾ കൂട്ടുകാർ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഭൂമിയിൽ സൂക്ഷ്മജീവികൾ ഇല്ലായിരുന്നെങ്കിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകുമായിരുന്നോ? സൂക്ഷ്മജീവികൾ ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും? ജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ എക്കാലവും മണ്ണിൽ അതേപടി കിടക്കാറുണ്ടോ? ഇവ ജീർണിക്കാതെ കിടന്നാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും? ജൈവാവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും പ്രവർത്തന ഫലമായാണ്. ഇത് ഭൂമുഖത്തെ ശുചിയാക്കുന്നതോടൊപ്പം സസ്യങ്ങൾക്കു വേണ്ട പോഷകങ്ങളും നൽകുന്നു. If there are no microorganisms, do the dead organisms remain as such forever in the soil? Can you imagine what will happen if the dead bodies do not decompose? It is due to the activity of bacteria and fungi that the organic remains decompose in the soil. This provides nutrients to the plants also. അപ്പോൾ സൂക്ഷ്മജീവികളെ കൊണ്ട് നമുക്ക് പ്രയോജനങ്ങളുമുണ്ട്, അല്ലേ? സൂക്ഷ്മാണുക്കളെ കൊണ്ടുള്ള മറ്റു പ്രയോജനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. പാൽ തൈരാക്കുന്നു, അരിമാവ് പുളിപ്പിക്കുന്നു, അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു, വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു, പാലുൽപ്പന്നങ്ങൾ, വിനാഗിരി, ചണം, പുകയില, തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു, ചികിത്സാരംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു. Let us examine in what other ways microorganisms are helpful. Turning milk into curd, fermentation of rice batter, converting atmospheric nitrogen into salts in the soil which are easily absorbed by plants, decomposing fecal matter into the soil, used in the industries of milk products, vinegar, jute,
tobacco, leather, etc. Utilized in the field of medicine. കൂട്ടുകാർ സൂപ്പർ ബഗ് എന്ന് കേട്ടിട്ടുണ്ടോ? കപ്പലുകളിൽ നിന്നുണ്ടാവുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാവുന്നത് തടയാനായി എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആനന്ദ് മോഹൻ ചക്രബർത്തി എന്ന ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ ഈ ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ഉപദ്രവകാരികളായ സൂക്ഷ്മജീവികളാണല്ലോ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവയെ നമുക്ക് പ്രതിരോധിച്ചുകൂടെ? ഒട്ടേറെ രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയല്ല. ഒരേ ചുറ്റുപാടിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ രോഗങ്ങൾ ബാധിക്കാത്തത് അതുകൊണ്ടാണ്. രോഗാണുക്കളെ ചെറുക്കുന്നതിൽ നമ്മുടെ ശരീരം പരാജയപ്പെടുമ്പോഴാണ് നാം രോഗത്തിന് കീഴ്പ്പെടുന്നത്. ഹാംഫുൾ മൈക്രോ ഓർഗാനിസംസ് കോസ് ഡിസീസസ് ഇൻ അസ്, ഡോണ്ട് ദേ? Can't we prevent them? The human body has an innate ability to resist many diseases. This ability is not the same for all persons. That is why all the people residing in the same area are not affected by diseases in the same way. We fall ill when our body fails to resist the pathogen. ഇനി നമുക്ക് കൃത്രിമ രോഗപ്രതിരോധ ശേഷി അഥവാ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്താണെന്ന് നോക്കാം. കൂട്ടുകാർ ഈ ചിത്രം ഒന്ന് നോക്കൂ. ഒരു മുത്തശ്ശിയും പേരക്കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ്. കുട്ടി എന്താണ് പറയുന്നത്? മുത്തശ്ശി, ഇന്ന് സ്കൂളിൽ കുത്തിവയ്പ്പുണ്ടത്രേ, എനിക്ക് പേടിയാവുന്നു. കൂട്ടുകാർക്ക് കുത്തിവയ്പ്പ് പേടിയുണ്ടോ? പേടിക്കേണ്ട ആവശ്യമേ ഇല്ല അല്ലേ? അതാണ് മുത്തശ്ശി പറയുന്നത്. പേടിക്കേണ്ട മോനെ, രോഗങ്ങൾ വരാതിരിക്കാനല്ലേ കുത്തിവെക്കുന്നത്. മോനറിയാമോ, എൻ്റെ കുട്ടിക്കാലത്ത് വസൂരി പിടിപെട്ട് പല പ്രദേശങ്ങളിലും ആളുകൾ കൂട്ടത്തോടെ മരണപ്പെട്ടിട്ടുണ്ട്. അത്തരം രോഗങ്ങളെ നിയന്ത്രിക്കാനായത് കുത്തിവെപ്പിലൂടെയാണ്. കോവിഡ് എന്ന മഹാമാരി ഈ ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയപ്പോൾ അതിനെതിരെ ശാസ്ത്രജ്ഞന്മാർ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കണ്ടെത്തിയതും ആ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ആളുകൾക്ക് എടുക്കാൻ തുടങ്ങിയതുമൊക്കെ കൂട്ടുകാർ പത്രങ്ങളിലും മറ്റും വായിച്ചല്ലോ. അപ്പോൾ ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലെങ്കിൽ വാക്സിനേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന രീതി ഇന്ന് സർവ്വസാധാരണമാണ്. ഇതിനായി പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉപയോഗിച്ചു വരുന്നു. വിവിധ രോഗസാധ്യതകൾ ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പ് നടത്തിവരുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പട്ടിക ആശുപത്രികളിൽ ലഭ്യമാണ്. ഈ പട്ടിക പരിശോധിച്ച് ഏതെല്ലാം കുത്തിവയ്പ്പുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് രക്ഷിതാക്കളോട് അന്വേഷിച്ച് രേഖപ്പെടുത്തൂ. വാക്സിനേഷൻ പ്രൊവൈഡിംഗ് artificial immunity to the body against diseases is common nowadays. Vaccinations are used for this. The schedule of immunization implemented by the health department to prevent many diseases is available in hospitals. Refer to this schedule and record, after consulting your parents, the type of vaccination you have been given in time. ആരോഗ്യ പരിപാലനത്തിനായി വീടുകളിലും പരിസരങ്ങളിലും ചെയ്യേണ്ട ഡ്രൈ ഡേ ആചരണം, ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നാം മനസ്സിലാക്കിയല്ലോ. ഇവയ്ക്കെല്ലാം പുറമെ സ്വന്തം ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വ്യക്തിഗതമായി ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതില്ലേ? ഇവർ പറയുന്നത് ശ്രദ്ധിക്കൂ. നമ്മുടെ ഈ കൂട്ടുകാരെല്ലാം ശുചിത്വശീലങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഞാൻ ഭക്ഷണത്തിന് മുമ്പും പിമ്പും കൈ കഴുകാറുണ്ട്. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ നഖം മുറിക്കാറുണ്ട്. അടുക്കളയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടി വയ്ക്കാൻ ഞാൻ അമ്മയെ സഹായിക്കാറുണ്ട്. രാത്രി പല്ല് തേച്ച ശേഷമേ ഞാൻ ഉറങ്ങാറുള്ളൂ. അഴുക്കുള്ള വസ്ത്രങ്ങൾ ഞാൻ ധരിക്കാറില്ല. വഴിവക്കിൽ തുറന്നു വെച്ച് വിൽക്കുന്ന പലഹാരങ്ങൾ ഞാൻ കഴിക്കാറില്ല.
ടോയ്ലറ്റിൽ പോയ ശേഷം ഞാൻ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകാറുണ്ട്. പഴങ്ങൾ കഴുകാതെ ഞാൻ ഒരിക്കലും കഴിക്കാറില്ല. കൂട്ടുകാരും ഈ ശുചിത്വശീലങ്ങൾ പാലിക്കാറില്ലേ? കൂട്ടുകാർ ഓരോരുത്തരും അവരവരുടെ വീട്ടിലുള്ളവരും ഈ ശുചിത്വശീലങ്ങളെല്ലാം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണേ. ഹൈജീനിക് ഹാബിറ്റ്സ്. I wash my hands before and after food. I cut nails once a week. In the kitchen, I help my mother to keep the food covered. I go to bed at night only after brushing my teeth. I never wear dirty clothes. I never eat uncovered food sold in the street. I wash my hand with soap after going to the toilet. I never eat fruits without washing them properly. ഈ ശുചിത്വം വ്യക്തികൾക്ക് മാത്രം മതിയോ? നമ്മുടെ സമൂഹത്തിന് മുഴുവൻ ശുചിത്വം ആവശ്യമില്ലേ? സാമൂഹിക ശുചിത്വം. വ്യക്തി ശുചിത്വം പാലിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധാലുക്കളാണ്. എന്നാൽ സാമൂഹിക ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഈ ശ്രദ്ധ നാം പുലർത്തുന്നുണ്ടോ? സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ പൊതുനിരത്തുകളിലേക്ക് വലിച്ചെറിയുന്നവർ നമ്മുടെ നാട്ടിലില്ലേ? മത്സ്യമാംസാവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും ജലാശയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും തള്ളുന്നത് ശരിയാണോ? ഒട്ടേറെ രോഗങ്ങൾ പടരാൻ ഇടവരുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൂടാ. വ്യക്തി ശുചിത്വത്തോടൊപ്പം സാമൂഹിക ശുചിത്വം കൂടി ഉറപ്പുവരുത്തി ആരോഗ്യമുള്ള ഒരു ജനതയ്ക്കായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. സോഷ്യൽ ഹൈജീൻ. We are all careful about keeping personal hygiene. But are we equally careful in the case of social hygiene? Aren't there people in our locality who throw away domestic waste to the street? Is it right to dump food waste and other garbage in public places and water bodies? Such actions that spread a lot of diseases are to be prevented. Let us work together for a healthy society by ensuring social hygiene along with personal hygiene. അപ്പോൾ നമ്മൾ പാലിക്കേണ്ട ശുചിത്വങ്ങൾ ഏതൊക്കെയാണ്? വ്യക്തി ശുചിത്വം അഥവാ പേഴ്സണൽ ഹൈജീൻ, പരിസര ശുചിത്വം അഥവാ എൻവയോൺമെൻ്റൽ ഹൈജീൻ, സാമൂഹിക ശുചിത്വം അഥവാ സോഷ്യൽ ഹൈജീൻ. അപ്പോൾ രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചും ശുചിത്വശീലങ്ങളെക്കുറിച്ചുമെല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.